ഇന്നെന്താ പൊറോട്ടയാണല്ലോ ഉണ്ടാക്കാൻ പോണത്? ഇന്ന് പൊറോട്ട ഉണ്ടാക്കണത്. ഈ പൊറോട്ട ഉണ്ടാക്കണത് എല്ലാവർക്കും ഭയങ്കര പണിയാണ്. അടിക്കുക പരത്തുകന്ന്. അതൊന്നും ഇല്ലാതെ നല്ല സിമ്പിളായിട്ട് ഏത് കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പൊറോട്ട നമുക്കിന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അത് കോയൻ പൊറോട്ട എന്നാ പറയുക. അത് ഏത് കുട്ടികൾക്ക് ഉണ്ടാക്കാം, മുട്ടയൊന്നും ചേർക്കണ്ട. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് കാണാം. ആദ്യം നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് മൈദ മാവാണ്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്താൽ മതിയേ. 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് എല്ലായിടത്തും ഒന്ന് മിക്സാക്കി എടുക്കാം. പൊടിയും ഉപ്പും പഞ്ചസാരയും എല്ലായിടത്തും പെടട്ട്. ഇനി നമുക്കിതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ലേശം ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഇച്ചിരിച്ചാ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ മക്കളെ, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി മൈദപ്പൊടി കൂടുതലിട്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ റെഡി ആയിക്കോളും. ഈ മൈദപ്പൊടി ആട്ടപ്പൊടിയൊക്കെ കുഴയ്ക്കുമ്പോഴേ നമ്മുടെ കയ്യിലിങ്ങനെ ഒട്ടി വരും. പക്ഷെ അത് കുഴച്ച് റെഡിയായി വരുമ്പോൾ കയ്യിലുള്ള ഒട്ടലൊക്കെ നിൽക്കും കേട്ടോ. ഇത് കണ്ടില്ലേ, ഇപ്പോൾ വീഴാൻ തുടങ്ങി ഇച്ചിരിച്ചാ. ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതേപോലെ ഉരുണ്ട് വന്നാൽ ഇനി നമുക്കൊരു ടേബിൾ മേറ്റിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അതിന് വേണ്ടി എൻ്റെ മോനാണ് കുഴയ്ക്കൽ മാഷ്. അവനെ വിളിക്കാൻ പോവുകയാണ്. ഇതേപോലെ ഉരുട്ടി നല്ല അമർത്തി കുഴക്കണം കേട്ടോ മക്കളെ. നല്ല സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ. മക്കളെ ഇത് കണ്ടില്ലേ, ഇതേപോലെ വേണം കുഴച്ചെടുക്കാൻ കേട്ടോ. ഇനി നമുക്കിത് ഒരു പാത്രത്തിൽ ഇച്ചിരി എണ്ണ പുരട്ടാം. ആദ്യം ഇനി നമുക്ക് ഇത് കണ്ടില്ലേ, നമ്മൾ മുട്ടയോ എണ്ണയോ ഒന്നും പുരട്ടാതെ കുഴച്ച മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കാം. വെച്ചിട്ട് ഒന്ന് പരത്തി വെക്കാം. ഇനി ഇതിൽ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് വരും. ഇത് ഉണങ്ങത്തൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 2 മണിക്കൂറോളം വെക്കാം. ഇപ്പം നമ്മളെ മാവ് വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. നമ്മൾ ചെറിയ പൊറോട്ട അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുത്താൽ മതി കേട്ടോ. വലിയ ഉരുളകളാക്കി എടുത്താൽ പൊറോട്ട വലുതായി പോവും. നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള മാവെടുത്താൽ മതി. അങ്ങനെ നമ്മളൊരു 19 ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലെ കുറച്ചുകൂടി എണ്ണ അങ്ങനെ തേച്ച് കൊടുക്കാം. ഞാനിവിടെ മാവ് കുതിർത്താൻ വെച്ചിരുന്ന ഓയിൽ തന്നെ ഇതിൻ്റെ മേലെ പുരട്ടി കൊടുക്കണം കേട്ടോ. ഇത് ഇനി 1 മണിക്കൂർ നമുക്കിവിടെ മൂടി വെക്കാം. ഇതിപ്പോൾ നമ്മൾ ഉരുട്ടി വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ എണ്ണയിൽ എത്ര സമയം കുതിർത്താൻ വെക്കണോ അത്രയ്ക്ക് നല്ല സോഫ്റ്റായിട്ടും കിട്ടും. നമുക്ക് പരത്താനും നല്ല ഈസി ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ടേബിളിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. കൈ കൊണ്ടില്ലമ്മ, അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൈ കൊണ്ട് പരത്തിയാൽ മതി കേട്ടോ മക്കളെ. ഇത് അടിക്കണോ എന്നോ ഇതാക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ. കണ്ടില്ലേ മക്കളെ, ഇതുപോലെ നൈസായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഒരു ഇച്ചിരി ഓയിൽ കൂടി പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഇതിങ്ങനെ എടുക്കാം. നമുക്കിങ്ങനെ പൊറോട്ടയ്ക്ക് മടക്കണ പോലെ മടക്കിയെടുക്കാം. സൈഡിലേക്കൊക്കെ അതവിടെ ഇരിക്കട്ടെ. ഇനി ടേബിളിൽ ഇച്ചിരി കൂടി എണ്ണ തേക്കാം. ഇനി അടുത്തത് എടുക്കാം.
നൈസായിട്ട് പരത്തിയെടുക്കുക. നൈസായിട്ട് പരത്തിയെടുക്കാം. ഇനി നമുക്ക് മേലെ ഇച്ചിരി കൂടി എണ്ണ പുരട്ടാം. ഈ ചെറിയ പൊട്ടലൊന്നും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ആദ്യം എടുത്തതുപോലെ അതേമാതിരി എടുക്കാം. ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ എടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാതും ആക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ അവസാനത്തെ പൊറോട്ടയും ചുറ്റിയെടുത്ത് ആ ചുട്ടെടുക്കാൻ നല്ല അടി കട്ടിയുള്ള പാത്രം വേണം വെക്കാൻ. ഞാനിവിടെ വെച്ചിട്ടുള്ളത് ഒരു നല്ല കട്ടിയുള്ള ദോശ ചട്ടിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. നമുക്കിനി ഇതിനൊന്ന് പരത്തിയെടുക്കണം. കൈ വെച്ച് തന്നെ പരത്തിയാൽ മതി കേട്ടോ. ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. ഇതാ ഇത്ര വലുപ്പം ഉണ്ടാവുള്ളൂ നമ്മുടെ കോയൻ പൊറോട്ടയ്ക്ക്. ഈ ചട്ടിയിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതിലിട്ട് പൊരിച്ചെടുക്കാം. 2, 3. എൻ്റെ ചട്ടിയിൽ 3 എണ്ണം കൊള്ളുന്നുണ്ട് കേട്ടോ. ഞാൻ 3 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓയിലൊന്ന് പരത്തി കൊടുക്കാം. അതിന് ഒരു വശത്തൊന്ന് കളറായി വരട്ടെ. ഇപ്പോൾ ഒരു സൈഡ് ഒന്ന് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പൊറോട്ടയുടെ അതേ കളർ തന്നെ കണ്ടില്ലേ. ഇനി ഇതിലും കൂടി ഒന്ന് കളറായി വരട്ടെ. അതിൻ്റെ മേലെ നമുക്ക് ഇച്ചിരി ഓയിൽ പറ്റി കൊടുക്കാം. ഇനി ഇതേപോലെ കളറായി വരട്ടെ അവിടെയും. ഇപ്പോൾ നമുക്കിത് മറിച്ചിട്ട് നോക്കാം. കണ്ടില്ലേ, ഇപ്പം നമ്മളെ പൊറോട്ട പോലെ നന്നായിട്ട് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. നമുക്ക് ഇതേപോലെ തന്നെ അടുത്തതും പൊരിച്ചെടുക്കാം. ഇത് നമുക്ക് അതേപോലെ പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ 3ാമത്തെ ട്രിപ്പ് എടുക്കുകയാണ്. ഇനി നമുക്കിത് ചെറിയ ചൂടോടെ തന്നെ ഒന്ന് അടിച്ചെടുക്കണം. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മൾ അടിച്ചെടുത്തപ്പോൾ നമ്മുടെ പൊറോട്ടയൊക്കെ എങ്ങനെ ലെയറായിട്ട് വന്ന് കണ്ടില്ലേ. എന്താ ചൂടാണ് കേട്ടോ. നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാതും നമുക്ക് ഇതേപോലെ പൊരിച്ച് അടിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾ കണ്ട. നമുക്ക് മാവ് കുഴച്ചിട്ട് 2 മണിക്കൂർ വെക്കണം. അത്രയും ടൈം മാത്രമേ ഇതിൽ സമയം വൈകുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾ പൊറോട്ട വേണം പറഞ്ഞാൽ കുറച്ച് മൈദമാവിനെ വാങ്ങി കുറച്ച് ഓയിലെടുത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. മക്കൾക്ക് പൊറോട്ട റെഡിയായി. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.